അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ചെമ്മീൻ ബിരിയാണി. അത് കേട്ടപ്പോൾ അത്ര വെറൈറ്റി അല്ലല്ലേ? എന്നാൽ കേട്ടോ, ചെമ്മീൻ റാവുത്തർ ബിരിയാണി. റാവുത്തർ ബിരിയാണിയിൽ ചിക്കനും മട്ടനും ബീഫും ഇട്ട് എല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ചെമ്മീൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകണമെങ്കിൽ ചെമ്മീനിൽ ആദ്യം ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് പുരട്ടി വയ്ക്കാം. നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് എടുക്കാം. 2 ടീസ്പൂൺ നെയ്യ്, ഓയിൽ, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, 3 സവാള മീഡിയം സൈസ്, ചെറുള്ളി അരച്ച് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ഇളക്കിയതിന് ശേഷം തക്കാളി 3 മീഡിയം സൈസ് ഇട്ടൊന്ന് വണക്കിയെടുക്കുക. അതിലേക്കാണ് നമ്മൾ ബിരിയാണി മസാലകളായ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് ചെമ്മീൻ ഇടുക. ചെമ്മീൻ ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ഈ തൈര് ഒഴിച്ചതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ്. അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടതിന് ശേഷം ബിരിയാണി മസാലകളെല്ലാം കറക്റ്റാണോ എന്ന് ടേസ്റ്റിന് ചെയ്യുക. ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് അതൊന്ന് മൂടി വയ്ക്കാം. വെള്ളം തിളയ്ക്കുന്നവരെ ഇരുന്ന് കാത്തിരിക്കുക. അതിനുശേഷം നമ്മൾ നല്ലോണം കഴുകി വെച്ച് അരി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മലബാർ ബിരിയാണി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അരി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക.